പിശാചിൻ്റെ ഭരണത്തിന് കീഴിൽ പിശാച് അടക്കി വച്ചിരിക്കുന്ന അദൃശ്യമണ്ഡലത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുപ്പാൻ അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന യേശുവിൻ്റെ രക്തത്തിന് സാധിക്കും. മാനസാന്തരവും പാപമോചനവും നൽകി അവനെ നിഷ്കളങ്കനും നിർമ്മലനാക്കി മാറ്റുക എന്നൊരു ദൗത്യമാണ്. മദ്യപാനിയും വ്യഭിചാരിയും വിഗ്രഹാരാധനക്കാരും ദുഷ്കർമ്മികളും മന്ത്രവാദികളും ആഭിചാരകന്മാരും ഇവരൊക്കെ ദൈവത്തെങ്കിലേക്ക് ഇവരെ മടക്കിക്കൊണ്ടുവരികയാണ് സുവിശേഷത്തിലൂടെ ചെയ്യുന്നത്. അത് പ്രസംഗിക്കുന്ന വ്യക്തിയിലൂടെ ദൈവം പ്രവർത്തിക്കും. പ്രസംഗിക്കാൻ ആളില്ലെങ്കിൽ അത് ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകത്തില്ല. അതിനാണ് സുവിശേഷ പ്രസംഗം. അപ്പോൾ ആ ദൈവവചനത്തിലൂടെ മനുഷ്യനെ പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയാണ് സുവിശേഷകർ ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.